അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. +2 റിസൾട്ട് സ്റ്റേറ്റിൻ്റെ കൂടെ വന്നു. CBSEയുടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ വന്നതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്യാം. ഇന്ന് റിസൾട്ട് അറിഞ്ഞ് കുട്ടികൾ നല്ല വിജയം കിട്ടിയവരുണ്ടാവും, പ്രതീക്ഷിച്ച മാർക്ക് കിട്ടാത്തവരുണ്ടാവും, തീരെ പ്രതീക്ഷയ്ക്കൊത്തു വരാൻ പറ്റാതിരുന്നവരുണ്ടാവും. അങ്ങനെ പല ടൈപ്പ് മാനസികാവസ്ഥയിലിരിക്കുന്ന ആളുകൾ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അതിനെയൊക്കെ അഡ്രസ്സ് ചെയ്യാം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. +2ന് 4 മേജർ ഗ്രൂപ്പുകളായിരിക്കും. നിങ്ങളിൽ പലരും പല ഗ്രൂപ്പുകൾ എടുത്തിട്ടുണ്ടാവും. അതായത് നമ്മളിവിടെ ഓപ്ഷൻസ് ഉള്ളത്, ഒന്നാമതായിട്ട് ബയോളജി, രണ്ടാമത്തേത് കമ്പ്യൂട്ടർ സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്, ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണുള്ളത്. ഇത് 4 എടുത്തു കഴിഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യും, അങ്ങനെയുള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കും ഓരോരുത്തർക്കും. അതായത് എന്ത് ചെയ്യും എന്നുള്ള കൺഫ്യൂഷൻ കൂടുതലായിട്ട് ഉണ്ടാകുന്നത് നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് മാർക്ക് കിട്ടിയില്ലെങ്കിലോ അല്ലെങ്കിൽ അടുത്ത അഡ്മിഷൻ കിട്ടൂലെങ്കിലോ ഉണ്ടാവാം. അല്ലെങ്കിൽ നമുക്ക് നേരത്തെ കറക്റ്റ് ഒരു തീരുമാനത്തിലായിരിക്കില്ല നമ്മൾ ഓരോ സബ്ജക്റ്റും എടുത്ത് +2ന് പഠിച്ചിട്ടുണ്ടാവുക. അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടാവും. ഞങ്ങളുടെയൊക്കെ തലമുറയുടെ കാലത്ത് അന്നൊക്കെ നമ്മൾ ഡിഗ്രി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ എൻട്രൻസ് എഴുതും, ചിലവർ ഓൾ ഇന്ത്യ എൻട്രൻസും കൂടെ എഴുതും. അത് എഴുതാൻ വേണ്ടി നമ്മൾ തിരുവനന്തപുരത്ത് പോകുമ്പോൾ അതൊക്കെ ഒരു രസമായിരുന്നു. പിന്നെ കുറച്ച് പേർക്കൊക്കെ കിട്ടുള്ളൂ എൻട്രൻസ് ഒക്കെ കിട്ടാത്തവർ പിന്നെ സാധാരണ ബേസിക് ഡിഗ്രി ഒക്കെ എടുത്ത് സയൻസ്, ഏതെങ്കിലും സുവോളജി, ബോട്ടണി, ഫിസിക്സ്, കെമിസ്ട്രി, ഹോം സയൻസ്, ഇങ്ങനെ കുറച്ച് സബ്ജക്റ്റുകളുണ്ട്. മാത്സ്, ഇങ്ങനെ കുറച്ച് സബ്ജക്റ്റുകളുണ്ട്. ആ സബ്ജക്റ്റുകളൊക്കെ എടുത്തിട്ട് ഡിഗ്രിക്ക് പോകും. അങ്ങനെയൊക്കെ ആയിരുന്നു പതിവ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അധികം കൺഫ്യൂഷനൊന്നും ആ സ്റ്റേജിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ വളരെ വലിയ കൺഫ്യൂഷൻ അതൊക്കെ കഴിയുമ്പോൾ ഉണ്ടാകുമായിരുന്നു. കാരണം ഇന്നത്തെ അത്ര ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പഠിച്ചു കഴിയുമ്പം ഇനി എന്ത് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് ബാക്കിയായിരുന്നു ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും. പക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് അത്തരത്തിലുള്ള ടെൻഷനല്ല, അതിന് നേരെ ഓപ്പോസിറ്റ് ടെൻഷനാണ്. ഞാൻ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് വളരെ കൂടുതലാണ്. അതായത് ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും നിങ്ങൾക്ക് ഒരുപാട് ബ്രാഞ്ചസ് ആണ് പോവാനായിട്ട്. അപ്പം നിങ്ങളിങ്ങനെ പതറി നിൽക്കും, ഏതിലേക്ക് പോകണം. അപ്പോൾ ഞങ്ങളുടെ കാലത്ത് തന്നെ നേരെ ഓപ്പോസിറ്റുള്ളൊരു സാഹചര്യത്തിൽ കൂടെയാണ് നിങ്ങൾ പോകുന്നത്. പക്ഷെ അവസ്ഥ രണ്ടും ഒന്ന് തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇന്നിവിടെ നോക്കാം. ഈ കൺഫ്യൂഷൻ വരുന്നത് മെയിനായിട്ട് നമ്മളെക്കുറിച്ച് തന്നെ ഒന്ന് അറിയാൻ ശ്രമിക്കാത്തതുകൊണ്ട് കൂടിയാണ്. പിന്നെ നമ്മൾ പലരും പറയുന്നത് കേൾക്കും. അവർ പറയുന്നത് പോലെ ചെയ്യണോ, വീട്ടുകാർ പറയുന്നത് പോലെ ചെയ്യണോ, ഫ്രണ്ട്സ് പറയുന്ന പോലെ ചെയ്യണോ, ഫ്രണ്ടിൻ്റെ അച്ഛനും അമ്മയും പറയുന്നുണ്ട് വേറെ എന്തൊക്കെയോ. ഇങ്ങനെ ഒരുപാട് നമുക്ക് കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. പണ്ടൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേഷനൊന്നും അത്ര സ്ട്രോങ് അല്ലാത്തതുകൊണ്ട് ചുറ്റുപാടുമുള്ളവർ പറയുന്ന കേട്ടാൽ മതിയായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ബന്ധുക്കളും സഹോദരങ്ങളും എല്ലാവരും വാട്സാപ്പിൽ കൂടെ എല്ലാവരുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഓപ്ഷൻസിൻ്റെ എണ്ണം വളരെ കൂടുതലാണ്, അഭിപ്രായങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ മറികടന്നുകൊണ്ട് നമ്മളുടേതായ ഒരു അഭിപ്രായം നമ്മളെക്കുറിച്ച് ഉണ്ടെങ്കിൽ നമുക്ക് ഈ കൺഫ്യൂഷൻ്റെ ഒന്നും ആവശ്യമില്ല. അതിനായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, ആദ്യം നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് നോക്കണം, നിങ്ങളുടെ കപ്പാസിറ്റി എന്താണെന്ന് നോക്കണം. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഇൻട്രസ്റ്റ് ഉള്ള സാധനം എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ് ആണോ നിങ്ങളുടെ ഫാമിലിയിൽ നോക്കണം. പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു മേഖല തിരഞ്ഞെടുക്കുമ്പോൾ ഉള്ള ബാക്കി കൺസേൺസ്, അത് പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നല്ല സാലറി ഉള്ള ജോബ് കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യണം. പിന്നെ നിങ്ങൾ എത്ര കാലം പഠിച്ചാൽ നിങ്ങൾക്ക് ആ ജോലി കിട്ടും. ഓരോ കോഴ്സുകൾ പഠിക്കുമ്പോഴും ആ കോഴ്സ് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്ന ജോലി, അതിൻ്റെ സാധ്യതകൾ, അതായത് ചില സാധനങ്ങൾ പഠിക്കാൻ നല്ല രസമായിരിക്കും. പക്ഷെ പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് ജോബിൻ്റെ പേരൊക്കെ പറയുമ്പോൾ നല്ല വലിയ ജോബൊക്കെ കിട്ടുമെന്ന് പറയാം. പക്ഷേ ഒരു സ്ഥലത്ത് ഒരു സ്റ്റേറ്റിൽ തന്നെ ആ ജോബിൻ്റെ അത്രയും പോസ്റ്റിംഗ് ആവശ്യം ഉണ്ടാവാം. ഒരു 10 പേരെയൊക്കെ ആവശ്യമുള്ളൂ എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ ഒരു കോഴ്സ് പഠിച്ചുകൊണ്ട് നമുക്ക് ഭയങ്കര സ്ട്രഗിൾ ആയിരിക്കും പിന്നെ, അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കോഴ്സുകൾ ഏറ്റവും ആദ്യം ജോലി കിട്ടണമെന്ന് വിചാരിക്കുന്നവർ എടുക്കാത്തതാണ് നല്ലത്. അങ്ങനെയൊക്കെ അന്വേഷിച്ചിട്ട് വേണം നിങ്ങൾ ഓരോ കോഴ്സും സെലക്ട് ചെയ്യാനായിട്ട്. എന്തെങ്കിലുമായിട്ട് എല്ലാ ആളുകളും പഠിക്കുന്നത് നമുക്ക്
ഭാവിയിൽ നമ്മുടെ ജീവിതം സുന്ദരമാക്കാനും സുരഭിലമാക്കാനും തന്നെയാണ് അല്ലേ. അങ്ങനെ സുന്ദരമാണെങ്കിൽ നമുക്ക് അത്യാവശ്യത്തിന് ജീവിക്കാനുള്ള വകയൊക്കെ വേണം. അല്ലാണ്ട് വെറുതെ നമ്മൾ ആരും രസത്തിന് വേണ്ടി മാത്രം ഒരു മെയിൻ ജോബ് ചെയ്യാറില്ല. നമ്മൾ മെയിൻ ഒരു ജോബ് നമുക്ക് എന്തെങ്കിലും ഏണിങ്സ്, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വാങ്ങാനും നമുക്ക് എന്താ പറയുക ജീവിതം എൻജോയ് ചെയ്യാനും ഒക്കെ തന്നെ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്ത് തന്നെയായാലും അത് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് നമ്മൾ ഒരു ജോബ് ചെയ്യുന്നതും അതിൽ നിന്ന് ഇൻകം ഉണ്ടാക്കുന്നതും. ബാക്കിയുള്ള ഇഷ്ടങ്ങളൊക്കെ നമുക്ക് സൈഡായിട്ട് ചെയ്യാൻ പറ്റും. ഏർണിങ്സ് ഒന്നും ഇല്ലെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അത് നമ്മളുടെ മെൻ്റൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടി ചെയ്യുന്ന, അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിനായിട്ട് ഒരു ജോലി ഉണ്ടെങ്കിലേ നടക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ജോബ് ഓപ്പണിങ്സിൻ്റെ കാര്യം കൂടെ നിങ്ങൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഓരോ കോഴ്സും സെലക്ട് ചെയ്യുമ്പോൾ നമ്മളുടെ എന്തൊക്കെ നോക്കണം, നമ്മളുടെ കഴിവ് നോക്കണം, ഇൻട്രസ്റ്റ് നോക്കണം, നമ്മുടെ ഫിനാൻഷ്യൽ എബിലിറ്റി, നമ്മുടെ കുടുംബത്തിൻ്റെ ഫിനാൻഷ്യൽ എബിലിറ്റി നോക്കണം. എത്രയും വേഗം നമ്മൾക്ക് ജോലി കിട്ടേണ്ട ഒരു സാഹചര്യത്തിലാണോ നമ്മൾ, അല്ല നമുക്ക് കുറേ കാലം പഠിക്കാൻ അവൈലബിൾ ആവുമോ എന്നുള്ള കാര്യം കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. പിന്നെ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് കിട്ടുന്ന ജോലി നമുക്ക് ചെയ്യാൻ ഇഷ്ടമായിരിക്കും, എന്ത് ജോലിയായിരിക്കും ഞാൻ ചെയ്യേണ്ടി വരിക എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ തീർച്ചയായിട്ടും അന്വേഷിക്കണം. അത് അന്വേഷിച്ച് അറിഞ്ഞ ശേഷം മാത്രമേ നിങ്ങൾ ചൂസ് ചെയ്യാവുള്ളൂ ഏത് കോഴ്സ് തന്നെ.